രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ച CJP സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. സമരക്കാർ സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. 35 ദിവസം നീണ്ട യുവാക്കളുടെ മഹാസമരത്തിനൊടുവിലാണ് പ്രധാന്റെ നാണം കെട്ട പടിയിറക്കം. 35 ദിനരാത്രങ്ങൾ നീണ്ട ഐതിഹാസിക പോരാട്ടം. മറുവശത്ത് കീഴടങ്ങാതിരിക്കാൻ പല വഴികൾ തേടുന്ന മോദി സർക്കാർ. ഒടുവിൽ വിജയം പാർട്ടികൾക്ക് തന്നെ. മുഖം രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് പിന്നാലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രിക്ക് രാജി എഴുതി നൽകി. പാർട്ടികളുടെ വിജയമെന്നായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനും സമരനായകനുമായ അഭിജിത് ദീപ്കയുടെ ആദ്യ പ്രതികരണം. ധർമ്മേന്ദ്ര പ്രധാൻ ने रिजाइन कर दिया है. We have bloody talent. झुकती है दुनिया, झुकाने वाला चाहिए. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കാൻ BJP അവസാന നിമിഷം വരെ ശ്രമിച്ചിരുന്നു. മന്ത്രിയുടെ വകുപ്പ് മാറ്റി തടിയൂരാനുള്ള നീക്കവും നടത്തി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച CJP വേണ്ടിവന്നാൽ സമരം പ്രധാനമന്ത്രിക്കെതിരെ തിരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ പ്രധാനെ കൈവിടാൻ മോദിയും BJPയും തീരുമാനിച്ചത്. ഐതിഹാസിക വിജയം, ഐതിഹാസിക നേട്ടം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിയുടെ സമീപകാലത്ത് ഒരു പ്രതിപക്ഷം പറഞ്ഞിട്ട് കഴിച്ച വലിയ രാഷ്ട്രീയ വിജയമാണ് CJP നേടിയിരിക്കുന്നത്. ചരിത്രം എന്ന് പറയാം. നോബൽ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ജന്തർ മന്തർ.